ഹലോ ഫ്രണ്ട്സ്, നോമ്പുകാലമൊക്കെ അതുകൊണ്ട് നോമ്പ് തുറക്കൊക്കെ പറ്റിയ മറ്റൊരു വിഭവമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുഞ്ഞപ്പത്തൽ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ കറിയിലൊക്കെ ഇട്ട് തിളപ്പിച്ചെടുത്തതായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം പത്തലിൻ്റെ അരി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ അതിലേക്ക് കുറച്ച് വലിയ ജീരകവും ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങ തിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അരി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എത്രയാണ് പത്തലിന് അരി വേണ്ടത് ആ അരി കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവ ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഈ ഒരു ടൈറ്റിന് കുഴച്ചെടുത്തിട്ടുണ്ട്. പത്തിൽ പരത്തിയെടുക്കാൻ പാകത്തിനുള്ള ടൈറ്റിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയെടുക്കാം. ആദ്യം കുറച്ച് കയ്യിൽ നെയ്യാക്കിയിട്ട് കുറച്ച് അരി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ പത്തലാക്കിയിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിനാണ് ഞാൻ പത്തൽ തയ്യാറാക്കുള്ളത്. ഈ ഒരു സൈസിലാണ് കഴിക്കാനും ടേസ്റ്റ്. ഇപ്പോൾ ഈ രീതിയിലൊന്ന് നമുക്കെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു സൈസിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു തട്ടിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് വേർപെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. എടുത്ത പാടായതുകൊണ്ട് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കൈകൊണ്ട് തന്നെ വേർപെടുത്തിയെടുക്കാൻ പറ്റും. ഇതൊന്ന് വറവിടേണ്ടതുണ്ട്. അതിന് നമുക്കാദ്യം ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ചതച്ച കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ കുഞ്ഞിപ്പത്തിൽ തണിഞ്ഞത് കൈകൊണ്ട് വേർപെടുത്തിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം.
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയിൽ. അപ്പോൾ ഈ രീതിയിലും ഈ ഒരു സ്റ്റേജിലും കഴിക്കാൻ പറ്റും. ഇറച്ചി മീനൊന്നും പറ്റാത്തവർക്ക് ഈ തേങ്ങയിൽ തൂമ്പിച്ചെടുത്തതും ഈ പത്തൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ വേറെ സെപ്പറേറ്റ് കുറച്ച് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ എരിവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഗ്രേവി ഒഴിക്കുമ്പോൾ ആദ്യം കുറച്ച് ഗ്രേവി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് എരിവ് വീണ്ടും ആവശ്യമാണെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരിവ് പ്രശ്നമാകുമല്ലോ. ഞാൻ ബീഫാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ വെച്ചിട്ടും ഈ രീതിയിൽ ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ബീഫ് വെച്ചും ചിക്കൻ വെച്ചൊക്കെ തയ്യാറാക്കാറുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ചെറിയ പത്തലായതുകൊണ്ട് അവർക്ക് കഴിക്കാൻ നല്ല രസമായിരിക്കും. അതുപോലെ ഈ വിഭവത്തിന് കുഞ്ഞറോട്ടി എന്നും പറയുന്നവരുണ്ട്. അതുപോലെ ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ട വീടുകളിലൊക്കെ 2 പേരൊക്കെ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കാറ്. പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു സൈസിൽ തന്നെ പരത്തിയെടുക്കുമ്പോഴാണ് കൂടുതൽ രസം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും ഈ ഒരു സൈസിൽ പരത്തിയെടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.